ഹലോ ഗൈസ്, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് കൊണാമി ഫ്രീ ആയിട്ട് തന്നേക്കണ ഫ്രീ ഷോർട്ട് ടൈം കാർഡിൽ ഏറ്റവും നല്ല കാർഡ് ഏതാണെന്നാണ്. എടുത്ത് കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിക്കാണ്ടിരിക്കാനാണ് ഇപ്പോൾ തന്നെ പറയുന്നത്. ഒന്നാമതായിട്ട് ഈ സെർച്ച് ഗ്രാബറിയാണ് നമുക്ക് ഈ ഇതിൽ ഏറ്റവും നല്ല കാർഡ് എടുക്കാൻ പറ്റിയത്. കാരണം ഇവരാണ് ഉള്ളതിൽ നല്ല റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഗ്നാബ്രിയുടെ ബേസ് കാർഡ് വെച്ച് നോക്കുമ്പോൾ സ്പീഡും കാര്യങ്ങളെല്ലാം നല്ല ബൂസ്റ്റ് വരുന്നുണ്ട് ഈ കാർഡിന്. ഇതൊരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് കാർഡാണെന്നുണ്ടെങ്കിലും ഇതിന് ഒരു വിങ്ങർ ടൈപ്പ് സ്റ്റാറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കൊണാമി. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അതിലുള്ളതിൽ നല്ല കാർഡ് ഇവനാണ് ഏറ്റവും നല്ലത്. സ്പീഡും ഡ്രിബ്ലിങ്ങും പാസും ഫിനിഷിങ്ങും എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളൊരു കാർഡാണ് ഗ്നാബ്രിയുടെ കാർഡ്. അടുത്തത് ഗ്നാബ്രി വേണ്ട രണ്ടാമതായിട്ട് അടുത്ത ഓപ്ഷൻ എടുക്കാൻ പറ്റിയ പ്ലെയർ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ സബ് ഹാങ് ഹി ചാൻ ആയിരിക്കും. ഈ പ്ലെയർ ഡമ്മി റണ്ണർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഈ പ്ലെയർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്ലെയർ നല്ല അടിപൊളി പ്ലെയറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസീവ് അവയർനെസ്സും ആക്സലറേഷനും ബാലൻസും സ്റ്റാമിനയും എല്ലാം ഉള്ള പ്ലെയറാണ്. ഇവൻ ശരിക്കും സൂപ്പർ സബ്ബായി ഇറക്കുമ്പോൾ എന്തായാലും ഗോൾ അടിക്കാനുള്ള ചാൻസുകൾ വളരെ ഹൈ ആണ്. ഞാൻ ഇപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഈ പ്ലെയർ ഒരു ആൾക്കാരെല്ലാം കുറേ പേര് തള്ളിയ പ്ലെയറാണ് ഇവൻ. പക്ഷെ എന്നാലും എടുത്തു കഴിഞ്ഞിട്ട് റിഗ്രറ്റ് അടിക്കണം. ഡമ്മി റണ്ണർ ഉപയോഗിക്കാൻ അറിയണ പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും സൂപ്പർ സബ്ബായിട്ട് ഇവൻ നല്ല കളിയായിരിക്കും. എന്തായാലും ഗോൾ സ്കോർ ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിടും. അത് കഴിഞ്ഞിട്ട് ഈ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിയ പ്ലെയർ ആദ്യമായിട്ട് ഇതിന് മുന്നേ പറയുന്നത് നമുക്കിപ്പോൾ തന്ന കാർഡുകളെല്ലാം ആവറേജ് കാർഡുകളാണ്. അതായത് ഒരു സാധാരണ പ്ലെയർ ഓഫ് ദി വീക്കിന് പ്ലെയറിന് വരുന്ന റേറ്റിംഗ് അത്രയൊക്കെ തന്നെ ഈ പ്ലെയറുകൾക്ക് കൊടുത്തിട്ടുള്ളൂ. അടുത്തതെന്ന് പറയുന്നത് മൂന്നാമതായിട്ട് എടുക്കാൻ പറ്റിയ പ്ലെയർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സൊഫിയാൻ അംറാബാട്ടാണ്. അംറാബാട്ടിനൊക്കെ എടുക്കാൻ വേണ്ടി കുറേ പേര് കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ആംബ്രാബാട്ടിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആംബ്രാബാട്ടിന് ഒരു ആങ്കർമാൻ ലെവലിലുള്ള സ്റ്റാറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് കൊണാമി. പക്ഷേ ഇവനാണെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറാണ്. ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയറിന് മെയിനായിട്ട് വേണ്ട കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടാക്ലിംഗ് ആണ്. എല്ലാം കൊടുത്തിട്ടുണ്ട്, അവെയർനെസ് ഉണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ട്. മെയിൻ സാധനം മാത്രം കുറച്ച് വെച്ചേക്കാണ്. അത് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കാണ്ട് പോയിട്ട് ഈ പ്ലെയറിനെ പോയി എടുക്കും. ചുമ്മാ ഓടിച്ചെന്ന് പ്ലെയറിനെ എടുത്തു പോയി നിന്നിട്ട് കാര്യമില്ലല്ലോ. അതായത് ഈ പ്ലെയറിന് ടാക്ലിങ് കുറവാണ്. ഫിസിക്കൽ കോണ്ടാക്റ്റ് 83 ഉള്ളൂ. ഇടിച്ചു കുത്തി മേടിക്കാൻ ടൈപ്പ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പ്ലെയർ എടുക്കാണ്ടിരിക്കാനുള്ള കാരണം വീഡിയോൻ്റെ അവസാനത്തിൽ തന്നെ കാണിച്ചു തരാം. മൂന്നാമത്തെ ഓപ്ഷനാണ് കേട്ടോ ഈ പ്ലെയർ, ബോക്സ് ടു ബോക്സ് അംബ്രാബാട്ട്. അടുത്തായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ ബാസ്റ്റോണിയാണ്. ബാസ്റ്റോണിനൊക്കെ കുറേ പേര് നോക്കി വെച്ചിട്ടുണ്ട്. ബാസ്റ്റോണിനെ മെയിൻ CB ആയിട്ട് കളിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഇവനെ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് ഇറക്കുകയാണെങ്കിൽ മാത്രമേ ഇവനെ കൊണ്ട് ഉപകാരം ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കിട്ടിയ ഫ്രീ ബെക്കംബോറാണ് ഇവനേക്കാളും നല്ലത്. ഹൈറ്റ് ഉണ്ടെങ്കിലും ഇവന് ഹെഡിങ്ങും ജമ്പെല്ലാം വളരെ കുറവാണ്. ഹാലൻഡ് പോലത്തെ പ്ലെയറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുത്തിയിടും ഇവനെല്ലാം. പിന്നെ ഇതൊരു നോർമൽ പ്ലെയർ ഓഫ് ദി വീക്കിൽ വരുന്ന റേറ്റിംഗ് പോലെ വരുന്ന റേറ്റിംഗ് മാത്രമേ ഇവന് കൊടുത്തിട്ടുള്ളൂ. ഇതിനേക്കാളും നല്ലതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ ബെക്കൻബോർ. അടുത്ത ലാസ്റ്റ് ഓപ്ഷനാണ് കൊലോമാണി ഒരു ഡീസൻറ്റ് കാർഡാണ്, ആവറേജ്. ഏറ്റവും ലാസ്റ്റായിട്ട് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത്രയും നല്ല കാർഡുകളെല്ലാം താഴ്ത്തേക്ക് വെച്ചത് എന്നുള്ളതിൻ്റെ കാര്യം ഇപ്പോൾ പറയാം. ഒന്നാമതായിട്ട് നമ്മുടെ ബാസ്റ്റോണിയും ബെക്കൻബോറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ തന്നെ കാണും. ബാസ്റ്റോണിക്ക് ഹെഡിങ് വളരെ കുറവാണ്, അവെയർനെസ് കുറവാണ് ബെക്കൻബോറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ബിൽഡപ്പ് CBക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ഡിഫെൻസീവ് അവെയർനെസ് ആണ്. കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കാനുള്ള കഴിവ്, ഹെഡിങ്ങും വേണം. അത് രണ്ടും ബെക്കൻബോറിനെ വെച്ച് നോക്കുമ്പോൾ ഇവന് കുറവാണ്. പോരാത്തതിന് ജമ്പ് 84 ഉള്ളൂ. ബെക്കൻബോറിന് അവിടെ 97 ജമ്പുണ്ട്. ബെക്കൻബോറിന് 90 ഹെഡിങ് ഉണ്ട്. ബാസ്റ്റോണിക്ക് ആകെ 83 ഹെഡിങ്ങേ ഉള്ളൂ. ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. സ്റ്റാറ്റ്സാണ് കൊണാമിയിൽ ഏറ്റവും മുഖ്യം. പിന്നെ നമ്മൾക്കിത് കസ്റ്റമൈസ് ചെയ്ത് വെച്ചാലും ആദ്യത്തെ 2-3 കളി മാത്രമേ ഈ കസ്റ്റം റേറ്റിങ്ങിൽ അവർ കളിക്കുള്ളൂ. പിന്നെ പണ്ടത്തെ പോലെ ഓട്ടോമാറ്റിക്കായിട്ട് പണ്ടത്തെ പോലെ തന്നെയാവും. കൊണാമി ഒരു പ്ലെയറിനെ ഇറക്കുമ്പോൾ തന്നെ ഓൾറെഡി ഒരു ഫിക്സഡ് ആയിട്ടുള്ള പവർ ആ കാർഡിന് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ബാസ്റ്റോണിനെ ഹാഫ് ടൈം കഴിഞ്ഞിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കാർഡ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ കണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ. പക്ഷേ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ബെക്കംബോർ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു ബാസ്റ്റോണിയുടെ ആവശ്യം നമുക്കില്ല. ഹാഫ് ടൈം കഴിഞ്ഞിട്ട് ഇറക്കാം. മാത്രമല്ല സ്റ്റാമിന കുറവാണ് ബെക്കംബോർ ഹാഫ് ടൈമിൽ മാറ്റിയിട്ട് ബാസ്റ്റോണിനെ ഇറക്കിയാൽ നന്നായിരിക്കും. ഫോർട്രസ് എന്നൊരു സ്കില്ല് മാത്രമുണ്ട് ഈ പ്ലെയറിന്, അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും. ഹാഫ് ടൈം കഴിയുമ്പോൾ പ്ലെയർ നല്ല ഡിഫൻസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അംബ്രബാട്ടിന് എടുക്കണവർക്കാണ്. അംബ്രബാട്ടിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാച്ച് പാസിൽ ഇതേപോലെ തന്നെ ഒരു ഫ്രീ കാൻറ്റേനെ കിട്ടുമെന്ന് ആലോചിക്കണം. ആ കാൻറ്റയുടെ റേറ്റിംഗ് നിങ്ങളൊന്ന് നോക്കണം. ഇത് രണ്ടും ബോക്സ് ടു ബോക്സ് പ്ലെയേഴ്സാണ്. പക്ഷേ നിങ്ങൾ കാൻറ്റയുടെ സ്പീഡും ഡിഫൻസീവ് അവെയർനെസ്സും ടാക്ലിങ്ങും എൻഗേജ്മെൻറ്റും എല്ലാം നോക്കണം. പിന്നെ ഈ സോഫിയാൻ അംബ്രബാട്ട് എടുത്തു പോലും എത്തില്ല കാൻറ്റയുടെ. പിന്നത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അംബ്രബാട്ടിന് പാസിൻ്റെ സ്കില്ലാണ് വരുന്നത്. ഒരു DMF ആയിട്ട് പോലും ഡിഫൻസിനായിട്ടുള്ള ബൂസ്റ്റർ സ്കില്ലല്ല കൊടുക്കുന്നത്. വിഷണറി പാസോ അങ്ങനെ എന്തുമാണ് അവന് വരുന്നത്, പാസിൻ്റെ സ്കില്ലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാച്ച് പാസിലെ കാൻറ്റ ഉള്ളവർ ഒരിക്കലും സോഫിയാൻ അംബ്രബാട്ടിനെ എടുക്കണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അടുത്തെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കൊലുമാനിനെ കുറേ പേര് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളതാണ്, കൊലുമാനിനേക്കാളും എത്രയോ നല്ലതാണ് നോക്ക്. എനിക്ക് പ്ലെയർ ഓഫ് ദി വീക്കിൽ കിട്ടിയ എംബാപ്പയാണത്. ഇങ്ങനെ പ്ലെയർ ഓഫ് ദി വീക്കിൽ നല്ല കാർഡുകളുണ്ട്, അടിപൊളി കാർഡുകൾ. ആരും അറിയാതെ കിടക്കുകയാണ് ആ കാർഡുകളെല്ലാം. അത് നോക്ക്. അവെയർനെസ്സൊക്കെ സെയിമാണ്. കൺട്രോളും ഡ്രിബ്ലിങ്ങും ടൈറ്റ് പൊസിഷനും ഫിനിഷിങ് സ്പീഡ് എല്ലാം എംബാപ്പയ്ക്കാണ് കൂടുതൽ. ബാലൻസ് എല്ലാം ഫിനോമിനൽ ഫിനിഷിംഗ് ആണ് കൊലോമാനിക്ക് വരുന്നത്. പക്ഷെ ആകെ 88 ഫിനിഷിങ്ങേ ഉള്ളൂ. ഈ പ്ലെയറിന് എന്തോരം കസ്റ്റമൈസ് ചെയ്താലും നമ്മളുടെ ഇഷ്ടത്തിന് സ്റ്റാറ്റ്സൊക്കെ മാറ്റി കൊടുത്ത് കളിച്ചാലും ഇവ ഇങ്ങനെ തന്നെ കളിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്നാബറി നല്ലൊരു ഓപ്ഷനാണെന്നേ പറയത്തുള്ളൂ. കാരണം ഗ്നാബറി ഒരു സ്പെഷ്യലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഫോം ഇൻകൺസിസ്റ്റൻ്റ് ആണ്, അതിൻ്റേതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന കാർഡുകളിൽ ഇച്ചിരി സ്റ്റാറ്റ്സ് വെച്ച് നോക്കുമ്പോൾ ഉള്ളതിൽ ഏറ്റവും നല്ല കാർഡ് ഗ്നാബറിയുടെ കാർഡാണ്. പിന്നെ ഇവൻ്റെ കാർഡ് നിങ്ങൾക്ക് ഡമ്മി റണ്ണർ ഉപയോഗിക്കാൻ അറിയാം, അല്ലെങ്കിൽ സൂപ്പർ സബായിട്ട് ഒരു കാർഡ് വേണം, അങ്ങനെയുള്ളവരെന്നുണ്ടെങ്കിൽ ഇതിനെടുക്കാം. പിന്നെ ഇതെല്ലാം നിങ്ങളുടെ ചോയ്സും കൂടിയാണ്. നമുക്കൊരു സ്ഥലത്തേക്ക് ഓരോ പ്ലെയേഴ്സിന് ആവശ്യമുണ്ടല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലാതെ ഞാനിങ്ങനെ വീഡിയോ ഇട്ടെന്ന് കരുതി നിങ്ങൾ ഗ്നാബറിനെ എടുക്കണമെന്നില്ല. നിങ്ങൾക്കൊരു പൊസിഷനിൽ ഒരു പ്ലെയറിന് ആവശ്യമുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ DMF ആവശ്യമുള്ളവരുണ്ടാവും, റൈറ്റ് മിഡ്ഫീൽഡേഴ്സ് ആവശ്യമുള്ളവരുണ്ടാവും, CF ആവശ്യമുള്ളവരുണ്ടാവും, സെൻട്രൽ ബാക്കിന് ആവശ്യമുള്ളവരുണ്ടാവും. അപ്പോൾ പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ അതിനനുസരിച്ചുള്ള പ്ലെയേഴ്സിനെ എടുക്കണമെന്നൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ജെന്യൂനായിട്ട് കാര്യം പറയാറുള്ളൂ. അപ്പോൾ താങ്ക് യു.